നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. 2023 കിക്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു മോഡൽ നിർത്തിലാക്കിയതിനു ശേഷം നിസാന് ഇന്ത്യയിലെ മിഡ് സൈസ് SUV-കളൊന്നും ഉണ്ടായിരുന്നില്ല. കിക്സ് തന്നെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ കിക്സിൻ്റെ ഒരു CVT മോഡൽ ഉണ്ടായിരുന്നു, ഒരു ഓട്ടോമാറ്റിക്. അതൊരു ഗംഭീര വാഹനമായിരുന്നു. എന്തുകൊണ്ടോ നിസാൻ കാര്യമായിട്ട് അതിനൊരു പ്രൊമോഷൻ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കിക്സ് ഒന്നും മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതേയില്ല. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഇപ്പോൾ പലരും കിക്സ് വാങ്ങിക്കുമ്പോൾ കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട്. നല്ല വെയിറ്റുള്ള, നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു മോഡലാണ്. നല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും അത് കാര്യമായ രീതിയിൽ വിറ്റില്ല. അപ്പോൾ അതിനുശേഷം 2023 കിക്സ് നിർത്തിയതുപോലും അറിയാറില്ല കേട്ടോ. അപ്പോൾ നിർത്തിയതിന് ശേഷം പിന്നീട് അങ്ങനെ മിഡ് സൈസ് SUV ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് റെനോയ്ക്ക് ഇപ്പോൾ പുതിയ ഡസ്റ്റർ വന്നല്ലോ. രണ്ടും ഒരു കമ്പനി തന്നെയാണ്. റെനോയും അതുപോലെ തന്നെ നിസാനും ഒരേ കമ്പനി തന്നെയാണ്. അപ്പോൾ ഡസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ അതിന് തത്തുല്യമായ ഒരു മോഡൽ നിസാന് തീർച്ചയായിട്ടും വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ മോഡൽ വരികയാണ്. അപ്പോൾ ജൂലൈ 9-നാണ് ഏറ്റവും പുതിയ ഈ ഒരു മോഡൽ വരുന്നത്. ആ മോഡലിൻ്റെ പേര് ടെക്ടൺ എന്നാണ്. അടുത്ത കാലത്ത് നമ്മളെയൊക്കെ ഒന്നുകൊണ്ട് അതിൻ്റെ എക്സ്റ്റീരിയർ ഇത് കാണിച്ചിരുന്നു, ഇൻറ്റീരിയർ കാണിച്ചില്ല. എന്തായാലും ആ ഒരു മോഡൽ വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന നിസാൻ്റെ പട്രോൾ എന്ന് പറയുന്ന വലിയ SUV ഉണ്ടല്ലോ, അതായത് ടോട്ടൽ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ബദലായിട്ട് വന്ന മോഡലാണ്. വളരെ പെട്ടെന്ന് കൂടി കീഴടക്കുകയും ചെയ്തു. ആ നിസാൻ പെട്രോളിൻ്റെ മുൻഭാഗവുമായി കാര്യമായ രീതിയിൽ സാമ്യമുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മുൻഭാഗം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന റെനോ ഡസ്റ്ററിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജൂലൈ 9-ന് നമ്മളതിൻ്റെ ലോഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ റെനോ ഡസ്റ്ററിന് ശേഷമാണ് നിസാൻ ടെക്ടൺ വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ റെനോയും നിസാൻ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെയും നമ്മുടെയൊക്കെ വിചാരം എന്നാൽ അത് ഡസ്റ്ററിൻ്റെ ഒരു രൂപമായിരിക്കും വരാൻ പോകുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ റെനോയുടെ ഡസ്റ്റർ വന്ന സമയത്ത് തന്നെ നിസാൻ്റെ ടെറാനോ ഏതാണ്ട് അതേപോലെ ഇരിക്കുന്നൊരു വാഹനം വന്നിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സൈഡ് പ്രൊഫൈൽ മാത്രമാണ് കുറച്ചെങ്കിലും ഡസ്റ്ററുമായിട്ട് സാമ്യമുള്ളൂ ടെക്ടണിൻ്റെ കാര്യത്തിൽ. ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ വ്യത്യസ്തമായ വളരെ പുതിയൊരു വാഹനത്തിൻ്റെ രൂപഭാവങ്ങളാണ് ടെക്ടണിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ നിസാൻ പെട്രോളിന് സമാനമായ മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ് ലാമ്പ്, അതുപോലെ കണക്റ്റഡ് LED ഡേറ്റ റണ്ണിംഗ് ലാമ്പ്, വലിയ ഗ്രില്ല്, അതിൽ 2 ക്രോം സ്ട്രിപ്പുകൾ, പിന്നെ ഡ്യുവൽ ടോൺ ബമ്പർ എന്നിവയൊക്കെയാണ് മുൻഭാഗത്തിൻ്റെ പ്രത്യേകതകൾ. ഏറ്റവും പുതിയ പെട്രോൾ വന്നപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ മുൻഭാഗം കണ്ടത് അതേപോലെ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു കരുത്ത് തീർച്ചയായിട്ടും വിളിച്ചറിയിക്കുന്ന രൂപമാണെന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ഡസ്റ്ററിൻ്റെ ഏകദേശം ഒരു സൈഡ് പ്രൊഫൈൽ കാണാം. എന്ന് വെച്ചാൽ ഡസ്റ്റർ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ പിൻ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വളരെ കനത്ത വീൽ ആർച്ചുകളും അതുപോലെ തന്നെ സി പില്ലറിൻ്റെ ഡോർ ഹാൻഡിലും ഒക്കെ ഈ പറഞ്ഞ നമുക്ക് ഡസ്റ്ററുമായിട്ടുള്ള സാമ്യമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. 18 ഇഞ്ച് അലോയ് വീലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിൻഭാഗത്തും കണക്റ്റഡ് LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. റൂഫ് മൗണ്ടഡ് സ്പോയിലർ, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ബമ്പർ എന്നിവയൊക്കെയാണ് പിൻഭാഗത്ത് കാണാവുന്ന കാര്യങ്ങൾ. ഉൾഭാഗം എന്താണെന്ന് ഇതുവരെ നിസാൻ പ്രദർശിപ്പിച്ചിട്ടില്ല. ഡസ്റ്ററിൽ നിന്ന് തികച്ചും വിഭിന്നമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. 10.1 ഇഞ്ചിൻ്റെ ആ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ടാകും. അതുപോലെ 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പനോരമിക് സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ ഉണ്ടാകും. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാകും. ഇലക്ട്രിക്കലി പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ, 360 ഡിഗ്രി ക്യാമറ, ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എന്നിവയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം അതെല്ലാം ഡസ്റ്ററിൽ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഡസ്റ്ററിലെ 1 ലിറ്റർ 100 bhp പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 1.3 ലിറ്റർ 163 bhp പെട്രോൾ എഞ്ചിനും ഒക്കെ തന്നെ ആയിരിക്കും ഇതിൽ പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ ഡസ്റ്ററിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് 1.8 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ഒരു വാഹനം ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അത് കുറേയൊക്കെ 10-25 കിലോമീറ്ററൊക്കെ പ്യുവർ EV ആയിട്ട് ഓടുന്നൊരു എഞ്ചിനാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇതിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനെപ്പറ്റി കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും 2 പെട്രോൾ എഞ്ചിനുകൾ 1 ലിറ്ററും 1.3 ലിറ്ററും എന്തായാലും ഈ ടെക്ടണിലും വരും. അപ്പോൾ അധിക ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഇപ്പോൾ തന്നെ ഉടൻ തന്നെ വരികയാണ്. ജൂലൈ 9-നാണ് അതിൻ്റെ ലോഞ്ച്. അപ്പോൾ വിവരങ്ങൾ ആ സമയത്ത് അറിയാൻ കഴിയും. അപ്പോൾ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് സുമൻ രാഘവ് ആണ് കൽപ്പറ്റയിൽ നിന്നും. ഞാൻ റെനോ ഡസ്റ്ററിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ദീപാവലിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴാണ് ഹോണ്ടയുടെ ZR-V എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വിപണിയിൽ എത്തുന്നതായി കണ്ടത്. മാറി ചിന്തിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ZR-V ലോഞ്ച് ചെയ്തത് മീൻസ് ഒന്ന് ഒരു വോക്ക് അറൗണ്ടിനൊക്കെ പലർക്കും കൊടുത്തു. എനിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അത് രണ്ട് സെഗ്മെൻറ്റാണ്. സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ റെനോ ഡസ്റ്ററും അതുപോലെ തന്നെ ഹോണ്ട ZR-Vയും 2 സെഗ്മെൻ്റ് ആണെന്ന് പറയാൻ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോഴും 2 വില വെച്ച് നോക്കുമ്പോഴും. ഇപ്പം വില നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏറ്റവും സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള റെനോ ഡസ്റ്ററിന് വില പ്രതീക്ഷിക്കുന്നത് ഒരു 25 ലക്ഷം രൂപ. കാരണം ഇപ്പോൾ അതിൻ്റെ 22 ലക്ഷം രൂപയൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ 1.3 ലിറ്ററിന് ടോപ്പ് എൻഡിന്. അപ്പം 25 ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാം. പക്ഷേ
ഇസഡാർവിക്ക് പ്രതീക്ഷിക്കുന്നത് 45 to 50 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടി വിലയുണ്ട് ആ ഒരു വാഹനത്തിന്. അപ്പം രണ്ടും നമ്മൾ കമ്പാരിസൺ അതുകൊണ്ട് തന്നെ സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ തുക അത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇസഡാർവി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, അത് ജപ്പാനിൽ നിന്ന് CBU ആയിട്ട് വരുന്നതാണ്, പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ടോപ്പ് നോച്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചതെന്ന് ഞാൻ പറയല്ലോ, ജൂലൈയിൽ തന്നെ എൻ്റെ ഡെലിവറി ആരംഭിക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഇസഡാർവിയിലുള്ളത്. ഡ്യുവൽ മോട്ടോർ സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 184 BSP എഞ്ചിന് 315 ന്യൂട്രൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 8 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കും ഈ ഒരു വമ്പൻ വാഹനം. ഈ CVT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പരപ്പിക്കുന്ന മൈലേജാണ് കമ്പനി പറയുന്നത്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. 22.79 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അത്രയും വലിയൊരു വാഹനമായിട്ട് പോലും അത്രയും മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയും സ്പോർട്ടിയുമായ മോഡലാണ്. എനിക്ക് അതിൻ്റെ മുൻഭാഗം കാണുമ്പോൾ പലപ്പോഴും മസറാറ്റിയെ ഓർമ്മ വരുന്നുണ്ട്. മസറാറ്റിയുടെ ഗ്രില്ല് പോലുള്ള ഗ്രില്ലാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പുള്ള DRലും അതുപോലെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പും വലിയ ബ്ലാക്ക് ഗ്രില്ലും വലിയ എയർ ഡാമും ഒക്കെയാണ് മുൻഭാഗത്ത് കാണാവുന്നത്. 18 ഇഞ്ച് അലോയ് വീലുകൾ, U ഷേപ്പുള്ള ടെയിൽ ലാമ്പ്, 2 എക്സോസ് പൈപ്പുകൾ പിൻഭാഗത്ത്, പിന്നെ റിയർ വാഷർ വൈപ്പർ എന്നിവയൊക്കെയാണ് നമുക്ക് പിൻഭാഗത്ത് ഡിസൈനെ പറ്റി പറയുന്ന കാര്യങ്ങൾ. 2659 മില്ലിമീറ്റർ വീൽ ബേസും 4567 മില്ലിമീറ്റർ നീളമുള്ളൊരു വലിയൊരു വാഹനമാണിത്. ഉള്ളിലെ ഡ്യുവൽ സ്ക്രീൻ ലേഔട്ടാണ്. 9 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും അതുപോലെ 10.25 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡ്രൈവർ ഡിസ്പ്ലേയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 12 സ്പീക്കറിൻ്റെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റവും അതുപോലെ 8 വേ പവേർഡ് ഡ്രൈവർ സീറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വെന്റിലേറ്റഡ് സീറ്റുകളോ സൺ റൂഫോ ഇല്ല എന്നുള്ളത് ഇന്ത്യക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സൺ റൂഫ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നമുക്കെല്ലാം ഉള്ളത്. പക്ഷേ 8 എയർ ബാഗുകൾ, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ്, 360 ഡിഗ്രി ക്യാമറ എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡസ്റ്ററിൻ്റെ ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡും ഇതുമായിട്ട് കമ്പാരിസൺ ഇല്ല എന്ന് ഞാൻ പറയാൻ കാര്യങ്ങൾ, ഒന്ന് വലിപ്പവും ഒന്ന് വിലയും വെച്ചിട്ടാണ്. ഇരട്ടി വില കൊടുത്ത് ഇസഡാർവി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സമീർ മുഹമ്മദാണ്, കൊയിലാണ്ടിയിൽ നിന്നും. ഞാനിപ്പോൾ പഴയ സ്കോഡ ഒക്ടേവിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു EV വാങ്ങണമെന്നുണ്ട്. ഞാനൊരു ലോയൽ സ്കോഡ കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ സ്കോഡയുടെ എപ്പിക് എന്ന EV വരുന്നതായി കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്കോഡയും അതുപോലെ ഫോക്സ്വാഗണൊക്കെ ഉപയോഗിച്ച് ശീലിച്ചൊരു പിന്നെ അതിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അത്രയും മികച്ച ഒരു ഡ്രൈവിംഗ് അനുഭവമാണ് കിട്ടാറുള്ളത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ ആ ഒരു വെയിറ്റും ആ ഒരു ബിൽഡ് ക്വാളിറ്റി എല്ലാം തന്നെ നമ്മുടെ മനസ്സിലെപ്പോഴും നിൽക്കും. അതുകൊണ്ട് അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ സമീർ മുഹമ്മദിനും സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ എപ്പിക് എന്ന് പറയുന്ന മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ആഴ്ചയാണ് യൂറോപ്പിൽ അത് ലോഞ്ച് ചെയ്തത്. സ്കോഡയുടെ ഏറ്റവും ചെറിയ EV ആണ് എപ്പിക്. കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ്. അത് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരില്ല എന്ന് സ്കോഡയുടെ തലപ്പത്തുള്ളവർ പറയുന്നില്ല. തന്നെയുമല്ല, ഇന്ത്യയിൽ സ്കോഡയുടെ ഒരു എന്തായാലും ഒരു EV വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഫോക്സ്വാഗൺ ID.4 ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ID.4 എന്ന്, പക്ഷേ കുറച്ചുകൂടി വലിയ മോഡലാണ്. ഈ ഒരു വലിപ്പമുള്ള ഒരു മോഡൽ ഇന്ത്യയിലേക്ക് EV ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കോഡയ്ക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ അടുത്ത ആഴ്ചയിൽ അടുത്ത മാസം സ്കോഡയുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് അവർ വിളിച്ചിട്ടുണ്ട്. അവിടെ പ്രാഗിലുള്ളവരുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വ്യക്തമായ വിവരം അവിടെ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ കൃത്യമായിട്ട് എൻ്റെ വിവരം പറയാം. എന്നാലും വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഇന്ത്യയിൽ വമ്പൻ പദ്ധതികളൊക്കെയാണ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ EV ആണ് സ്കോഡയുടെ ഏറ്റവും ചെറിയ EV ആണ് എപ്പിക്. രൂപത്തിൽ പക്ക EV ആണെന്ന് തോന്നുകയുമില്ല. രസകരമായ രൂപമുള്ള LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പും അതുപോലെ കറുത്ത ഗ്രില്ലും മെട്രിക്സ് LED ഹെഡ് ലാമ്പും 17 തൊട്ട് 19 വരെ ഉള്ള ഇഞ്ച് വീലുകളും, അതായത് വേരിയൻ്റ് അനുസരിച്ച് 17 തൊട്ട് 19 ഇഞ്ച് വരെയാണ് വലിപ്പം. പിന്നെ വലിയ C-പില്ലറും ഷേപ്പുള്ള ടെയിൽ ലാമ്പും ഒക്കെയാണ് എപ്പിക്കിനെ ആകർഷകമാക്കുന്നതാണ് പറയേണ്ടത്. 2601 മില്ലിമീറ്റർ വീൽ ബേസും 4171 മില്ലിമീറ്റർ നീളവുമാണ് എപ്പിക്കിനുള്ളത്. ഉള്ളിലെ കാര്യം വെച്ചാൽ പല വേരിയൻറ്റും പല നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു മിൻറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ബ്രൗണ്, പിന്നെ ഗ്രേ, അങ്ങനെയുള്ള പല കളേഴ്സൊക്കെയാണ് പല വേരിയൻറ്റും കൊടുത്തിരിക്കുന്നത്. 13 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ചെറിയ ഡ്രൈവർ ഡിസ്പ്ലേ, വളരെ ചെറിയ ഡ്രൈവർ ഡിസ്പ്ലേ ആണ്. 10 സ്പീക്കറിൻ്റെ ക്യാൻഡൻ്റെ മ്യൂസിക് സിസ്റ്റം, 360 ഡിഗ്രി ക്യാമറ, 7 എയർ ബാഗുകൾ, അഡാസ് ഫീച്ചേഴ്സ് ഇതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. 38.5 കിലോ വാട്ടിൻ്റെയും 55 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണ് പല വേരിയൻസിലുള്ളത്. എല്ലാം ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 116 HP ആണ് ഈ ഒരു 38.5 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലുള്ളതെങ്കിൽ 135 HP മോട്ടറാണ് 55 കിലോ വാട്ടിൻ്റെ മോട്ടറിൽ കൊടുത്തിരിക്കുന്നത്.
റേഞ്ച് നോക്കുകയാണെങ്കിൽ 38.5 കിലോ വാട്ടിൻ്റെ ആ ഒരു ബാറ്ററി പാക്കുള്ള വേരിയൻറ്റ് 310 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിൽ 55 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിന് 440 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. 24 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകും എന്നും കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച ഒരു സംഭവമായിരിക്കും വരാൻ പോകുന്നത്. ചെറിയൊരു SUV ആണ്, അതും സ്കോഡയാണ്. യൂറോപ്യൻ ആ ഒരു നിലവാരം എല്ലാത്തിലും ഉണ്ടാകും. കൂടാതെ ഈ പറഞ്ഞ പോലെ നല്ല റേഞ്ച് 440 വെച്ചാൽ മോശമല്ല, ചെറിയൊരു വാർത്ത സംഭവിച്ചു. അപ്പോൾ അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ടാറ്റയ്ക്കായിരിക്കും പ്രധാനമായിട്ടും ഭീഷണിയാകാൻ പോകുന്നത്. ടാറ്റയുടെ ചെറിയ വാഹനങ്ങൾ, ഇപ്പം നെക്സോൺ പോലുള്ള വാഹനങ്ങൾക്കായിരിക്കും, നെക്സോൺ EVക്കൊക്കെ ആയിരിക്കും അത് ഭീഷണിയാകാനുള്ള സാധ്യതയുള്ളത്. അടുത്ത ചോദ്യം രേഷ്മ ഭാസ്കരനാണ് തിരുവനന്തപുരത്ത് നിന്നാണ് അയച്ചിരിക്കുന്നത്. ഞാൻ പുതിയ കിയ സെൽറ്റോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വരുന്നതായി കാണുന്നത്. കുറേ മാറ്റങ്ങൾ ക്രെറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ സെൽറ്റോസിന് പകരം പുതിയ ക്രെറ്റയ്ക്കായി കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാത്തിരിക്കണോ എന്ന് ചോദിച്ചാൽ കുറച്ചേരം കാത്തിരിക്കേണ്ടി വരും. കാരണം 2027 തുടക്കത്തിലാണ് പുതിയ ക്രെറ്റ വരുന്നതെന്നാണ് കേൾക്കുന്നത്. കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യമായ രീതിയിലൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വലിപ്പം അല്പം കൂടുമെന്നാണ് അറിയുന്നത്. 95 മില്ലിമീറ്ററോളം നീളം കൂടും, 80 മില്ലിമീറ്റർ വീൽ ബേസും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായ രീതിയിൽ വലിപ്പം കൂടും. ഇപ്പോൾ സെൽറ്റോസ് വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. സെൽറ്റോസിന് ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോൾ വലിപ്പം കൂടെ ഉണ്ടായി. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് കൂടുതൽ ഷാർപ്പ് ആകാനുള്ള സാധ്യതയാണുള്ളത്. പുതിയ K3 പ്ലാറ്റ്ഫോമിലാണ് ഇത് വരാൻ പോകുന്നത്. പുതിയ കിയ സെൽറ്റോസും ആ ഒരു K3 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. വെനുവിന് സമാനമായ, ഏറ്റവും പുതിയ വെനു വന്നപ്പോൾ അതിന് സമാനമായിട്ടുള്ള LED ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഐബ്രോ ഷേപ്പുള്ള LED DRL ഒക്കെ ആകും ഉണ്ടാകാൻ സാധ്യത. പുതിയ ഫ്രണ്ട് ബമ്പർ, പുതിയ ഡിസൈനിലുള്ള അലോയ് വീൽ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. ഉള്ളിലെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിന് വലിപ്പം കൂടും. അതുപോലെ തന്നെ ഗ്ലിയോ AI എന്ന് പറയുന്ന ആ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഏറ്റവും ആധുനികമായ AI ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകും. പുതിയ ഇൻറ്റീരിയർ നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കുറെ കൂടി മോഡേൺ ആക്കിയ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം പുതിയ ക്രെറ്റയിൽ വരും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗംഭീര സംഭവമായിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ ഡസ്റ്ററൊക്കെ വരാൻ പോകുമ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഹ്യുണ്ടായും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അത് ആദ്യമായിട്ട് വരാൻ പോകുന്ന ക്രെറ്റയിലായിരിക്കും. അപ്പോൾ നല്ല മൈലേജുള്ള ക്രെറ്റ വരും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെയൊക്കെ ഏകദേശം വിലയ്ക്ക് 25 ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കാം ക്രെറ്റയുടെയും സ്ട്രോങ് ഹൈബ്രിഡ് വരാനുള്ള സാധ്യതയുള്ളത്. പിന്നെ മാരുതിയും സ്ട്രോങ് ഹൈബ്രിഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ഒരു കാലം വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. എന്തായാലും അടുത്ത വർഷം ആദ്യത്തേക്ക് മാത്രമേ ക്രെറ്റ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇന്ത്യക്കാർക്ക് അത്ര സുപരിതമല്ലാത്തൊരു ടെക്നോളജി ഇന്ത്യയിലേക്ക് വരികയാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്ന സ്ട്രോങ് ഹൈബ്രിഡ് അതുപോലെ തന്നെ EV തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഇന്ത്യക്കാർക്കൊക്കെ സുപരിതമാണെങ്കിൽ ഇന്ത്യയിൽ അത്ര സുപരിതമല്ല. എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? EV ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റേഞ്ച് ആങ്സൈറ്റിയാണ്. നമ്മൾ ഓടിച്ചു പോകുമ്പോൾ, ഇപ്പോൾ ഇരിക്കുന്ന EV ഉണ്ടല്ലോ, നമ്മുടെ ഗോമറ്റൊക്കെ ആണല്ലോ, ഓടിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ചാർജ് നിന്ന് പോകുമ്പോൾ ഒരു പേടിയുണ്ട്. നിന്ന് പോയാൽ മറ്റൊന്നും ചെയ്യാനില്ല. അവിടെ നിർത്തുക, റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കുക, വന്ന് കയറ്റിക്കൊണ്ട് പോകുക, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ബാറ്ററിയും ഉണ്ടാകും, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനും ഉണ്ടാകും. ഈ ബാറ്ററി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ EV കാണുന്ന അത്രയും വലിയൊരു ബാറ്ററി ആയിരിക്കില്ല. ഇപ്പോൾ EVയിൽ 40 കിലോ വാട്ടൊക്കെ ആണെങ്കിൽ 20 കിലോ വാട്ടിൻ്റെ ബാറ്ററിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമുക്ക് രണ്ട് തരത്തിൽ ഓടിക്കാം. EV ആയിട്ട് ഓടിക്കാം, അതുപോലെ പെട്രോൾ എഞ്ചിനിലും ഓടിക്കാം. ചുരുക്കം പറഞ്ഞാൽ CNGയും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള അത് രണ്ടും കൂടെയുള്ള മോഡലുകളുണ്ടല്ലോ, ഏതാണ്ട് ആ ഒരു പ്രവർത്തന രീതി എന്ന് പറയാം. ഇത് ചാർജ് ചെയ്യണം. രാത്രിയിൽ നമ്മൾ സാധാരണ EV ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയ ആ ബാറ്ററി പാക്ക് ചാർജ് ആയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ രാവിലെ ഓടിച്ചങ്ങ് EV മോഡിൽ ഓടിച്ചു പോകുന്നു. 100 കിലോമീറ്ററൊക്കെ ആയിരിക്കും സാധാരണ ഇതിനൊക്കെ ഇതിൻ്റെ ബാറ്ററി പാക്കിന് കിട്ടാവുന്ന ഒരു മാക്സിമം റേഞ്ച്. അത് തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, നമ്മൾ ഓടിച്ചു പോകുന്നു, പരിപാടി കഴിയും. ഇനി പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചാർജ് ചെയ്യാനുള്ള സ്ഥലത്ത് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു 100 കിലോമീറ്റർ EV ആയിട്ട് തന്നെ പോകാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ച് ആങ്സൈറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണെന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓടിച്ചു പോകാം. പെട്രോൾ EV തീർന്നാൽ പെട്രോളിൽ അങ്ങ് ഓടിക്കോളും. അതാണ് ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് MG മോട്ടറാണ്. MG മോട്ടറിൻ്റെ ഏറ്റവും പുതിയൊരു മോഡലിൽ അത് വരാൻ പോവുകയാണ്. അതിനുശേഷം JSW എന്ന് പറയുന്ന സിമൻ്റൊക്കെ നിർമ്മിക്കുന്ന കമ്പനി, അവരാണ് ഇപ്പോൾ MG മോട്ടറിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കൂടി വാഹന നിർമ്മാണത്തിലേക്ക് വരുന്നു. അവരാണ് ജെറ്റൂർ എന്ന് പറയുന്നത് നമ്മൾ ഗൾഫിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ചൈനീസ് വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അവരും ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു സംഭവം തന്നെയാണ്. EVയുടെ റേഞ്ച് ആങ്സൈറ്റി പൂർണ്ണമായിട്ട് ഒഴിവാകുന്ന ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ MG കൊണ്ടുവരുന്ന ഏതാണ് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും സ്റ്റാർലൈറ്റ് 560 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയിലൊക്കെയുള്ള ഒരു മോഡലാണ് വരാൻ പോകുന്നത് കേൾക്കുന്ന ഒരു SUV ആണത്. ചൈനയിൽ അതിന് 5 സീറ്റർ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. ഇന്ത്യയിൽ ഏത് സീറ്റ് കോൺഫിഗറേഷനാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും അതാണ് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അതിലപ്പോൾ എന്താ സംഭവം വെച്ചാൽ 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ 20.5 കിലോ വാട്ടിൻ്റെ ഒരു
ബാറ്ററി പാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ആണ് അതിൻ്റെ മോട്ടർ. രണ്ട് കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു മോട്ടറിൻ്റെ കൂടെ കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് 197 BHP ആണ്. 230 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 100 കിലോമീറ്റർ വരെയാണ് ഇത് ബാറ്ററിയിൽ ഓടുക. അപ്പോൾ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, 100 കിലോമീറ്റർ നിങ്ങൾ EVയിൽ ഓടിച്ച് പോകുന്നു, വഴിക്ക് വെച്ച് EVയുടെ ചാർജ് തീരുന്നു. അപ്പോൾ അത് വാഹനം തന്നെ സ്വിച്ച് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ടെക്നോളജി എന്താണ് ഇവർ കൊണ്ടുവരുന്നത് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മളൊന്ന് സ്വിച്ച് ചെയ്യുക, പെട്രോളിലേക്ക് ആകുന്നു, പെട്രോൾ നമ്മൾ ഓടിച്ച് പോകുന്നു, വീണ്ടും നമ്മൾ ഇവിടുന്ന് കൊച്ചിക്ക് പോകുന്നെങ്കിൽ ആലപ്പുഴയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്ന് ചാർജ് ചെയ്യുന്നു, അങ്ങനെ വീണ്ടും തിരുവനന്തപുരം വരെ നമുക്ക് എത്താൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ബേസിക് സാധനം. ഇനി ചാർജ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ ഓടിച്ച് പോകാൻ പറ്റും. എന്തായാലും ഒരു ഗംഭീര ടെക്നോളജി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാർലൈറ്റ് 560 ആണ് വരുന്നതെങ്കിൽ അതൊരു വലിയൊരു SUV ആണ്, നല്ല ഭംഗിയുള്ള ഒരു SUV കൂടിയാണ്. അപ്പം ഈ വർഷം തന്നെ ഇത് വിപണിയിൽ എത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. MG മോട്ടോറിൻ്റെ ഈ ഒരു മോഡൽ ഈ ദീപാവലി കാലത്തേക്ക് വരികയാണ്. അപ്പം ഇന്ത്യക്കാർക്ക് പരിചിതമല്ലാത്ത ആ ഒരു ടെക്നോളജി കൂടി ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പം എന്താണ് ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം ഹൈഡ്രജൻ ആയിരിക്കും, അല്ലെങ്കിൽ EV ആയിരിക്കും, സ്ട്രോങ് ഹൈബ്രിഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഇനി പറയുന്നൊരു വാക്കാണ് ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം. തീർച്ചയായിട്ടും നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന വാർത്തകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഏതൊരു ഹ്യുണ്ടായി വാഹനം ഓടിച്ച് നോക്കണമെങ്കിലും വാങ്ങിക്കണമെങ്കിലും പോപ്പുലർ ഹ്യുണ്ടായെ സമീപിക്കാം. കേരളത്തിലുടനീളമായിട്ട് 35 സർവീസ് സെൻറ്റേഴ്സും 35 സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹ്യുണ്ടായിക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ് പോപ്പുലർ ഹ്യുണ്ടായി. നിങ്ങൾക്ക് ഏതൊരു ഹ്യുണ്ടായി വാഹനം ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ അഭിനന്ദനങ്ങളോ ഒക്കെ പറയാനാണെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിക്കാം. നിങ്ങൾ ഹ്യുണ്ടായും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, ഒരു പാലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിനെ കരുതാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, വെർണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ വെന്യൂ എല്ലാ വാഹനങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു EV ആണ് നോക്കുന്നത്, തീർച്ചയായിട്ടും ഹ്യുണ്ടായി ക്രെറ്റ വളരെ മികച്ചൊരു ഓപ്ഷനാണ്. കാരണം ഹ്യുണ്ടായി ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു SUV EV കൊണ്ടുവന്ന കോന, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത്രയും നല്ല ടെക്നോളജി കയ്യിലുള്ള ആൾക്കാരാണ്. യാതൊരു പരാതിയും ഹ്യുണ്ടായി ക്രെറ്റ ഓണേഴ്സ് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുമില്ല, ക്രെറ്റ EV ഓണേഴ്സ് പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പോൾ EV നോക്കുന്നവർക്ക് അത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓടിച്ച് നോക്കണമെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് എത്തിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ 2 തരത്തിൽ അയക്കാം. ഒന്ന് baijuennayar@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം, baijuennayar official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, baijuennayar എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ചോദ്യോത്തര വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടാകുന്ന നന്ദി, ബൈ.